കോൺഗ്രസിൽ പുതിയ തർക്കം വന്നിട്ടുണ്ട്. നേരത്തെ ഒരു തർക്കമുണ്ട്. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നതായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തർക്കം ആരംഭിച്ചതാണ്. അവസാനം ഹൈക്കമാൻഡ് ഇടപെട്ട് പറഞ്ഞു, അത്തരമൊരു തർക്കം വേണ്ട. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം MLA-മാർ UDF ജയിച്ചാൽ MLA-മാർ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കാം. അങ്ങനെ ഒരു പതിവ് കേരളത്തിലെ കോൺഗ്രസിനകത്തില്ല. തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കുക. കേരളത്തിലെ കോൺഗ്രസിൽ MLA-മാർ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തെ പോലും മറികടന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി തുടരണം എന്നായിരുന്നു MLA-മാർ തീരുമാനിച്ചത്. പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ട് രമേശ് ചെന്നിത്തലയെ മാറ്റി പകരം VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് നാം കണ്ടതാണ്. അതുകൊണ്ട് UDF ജയിച്ചാൽ MLA-മാർ തീരുമാനിക്കും. യോഗം ചേർന്ന് ഭൂരിപക്ഷ തീരുമാനപ്രകാരം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കും എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ശുദ്ധ ബോഷ്കാണ്. എല്ലാം തീരുമാനിക്കുക ഹൈക്കമാൻഡായിരിക്കും. ആ തർക്കം അവിടെ നിൽക്കുന്നുണ്ട്. അതിനാവശ്യമായ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഒരു കാര്യം പറഞ്ഞത്. അദ്ദേഹം വളച്ചുകെട്ടില്ലാതെ തന്നെ അത് പറയുകയും ചെയ്തു. കേൾക്കാം രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. CPM-ന്റെ കണക്കുകളൊക്കെ കെട്ടിപ്പൊക്കിയ കണക്കുകളാണ്. അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടി ഗോവിന്ദ മാഷ് പറഞ്ഞായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത്. 100 സീറ്റ് കിട്ടുമോ എന്നറിയില്ല. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. എന്നിരുന്നാലും UDF വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. വൻ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ തിരിച്ചെത്തും. കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗമുണ്ട്. ട്രെൻഡ് അതാണ് കാണിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല ആദ്യം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഈ സാഹചര്യമൊക്കെ UDF-ന് ജയിക്കാനിടയാക്കിയ സാഹചര്യമൊക്കെ രൂപപ്പെടുത്തി എടുത്തത് രാഹുൽ ഗാന്ധിയാണ് എന്ന്. ആരാണ്? രാഹുൽ ഗാന്ധിയാണ് എന്ന്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രവർത്തിച്ച് കോൺഗ്രസിനെ ശരിയായ ദിശയിലേക്ക് നയിച്ച് വിജയിച്ചാൽ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണ് എന്ന്. ഇവിടെ ക്രെഡിറ്റ് എടുക്കാൻ മറ്റൊരാൾ നടക്കുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശനാണോ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, അതല്ല KC വേണുഗോപാലിനാണോ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്ന ചർച്ചകൾ നടക്കുകയാണ്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കാണ് എന്ന്. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്? ആ ക്രെഡിറ്റ് ഇവിടെ VD സതീശൻ അവകാശപ്പെടേണ്ട, KC വേണുഗോപാൽ അവകാശപ്പെടേണ്ട. എന്തിനേറെ പറയുന്നു, ഞാൻ പോലും അവകാശപ്പെടുന്നില്ല എന്ന് പരോക്ഷമായി പറയുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. ഇതാ ക്രെഡിറ്റ് ഹൈക്കമാൻഡിനാണ്, ഇതാ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കാണ് എന്ന്. ഹൈക്കമാൻഡിനാണ് എന്ന് പറഞ്ഞാൽ ഒരു പങ്ക് KC വേണുഗോപാലിന് കിട്ടുമായിരുന്നു. അതുപോലും പറഞ്ഞില്ല രമേശ് ചെന്നിത്തല. അദ്ദേഹം കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ UDF വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുക. ആ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകും എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാകും. രാഹുൽ ഗാന്ധിക്ക് മുകളിൽ നല്ല സ്വാധീനമുണ്ട് KC വേണുഗോപാലിന്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുമോ എന്ന ചോദ്യം ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുമോ എന്ന ചോദ്യം ഉയരുന്നത്. KC വേണുഗോപാൽ ആകട്ടെ കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഹൈക്കമാൻഡിൽ ഒരു അഴിച്ചുപണി വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് KC വേണുഗോപാൽ വരുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിനെതിരെ എല്ലാ ഗ്രൂപ്പുകളും, നിലവിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന പൊതു തീരുമാനത്തിലും കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്നിരുന്നാലും ഇവിടെ രമേശ് ചെന്നിത്തല എറിഞ്ഞ ഒരു ഏറുണ്ട്, അല്ലെങ്കിൽ പന്ത് തട്ടി ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി ഉപയോഗിക്കുമെന്നേ അറിയാനുള്ളൂ. ആ പന്ത് തട്ടി രമേശ് ചെന്നിത്തലയുടെ കോർട്ടിടുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതാണ് രമേശ് ചെന്നിത്തല പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് കേരളത്തിലെ UDF നേതാക്കൾ ആഗ്രഹിക്കുന്നതും.